സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 4 ഒന്ന് തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസനാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചു ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവത്തിന് സകല മനുഷ്യ മനസാക്ഷി ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ സുവിശേഷം പറയാനായിട്ടുള്ള ഇതെങ്ങനെ നമുക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാക്കിയാൽ ഹാലിൽ. അപ്പൊ ദൈവത്തിന്റെ കരുണയാലാണ് നമുക്ക് ഈ വേല കയ്യിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിവിലല്ല, മിടുക്കിലല്ല, വിദ്യാഭ്യാസത്തിലല്ല, കുടുംബ പാരമ്പര്യത്തിലല്ല, ഹാലിലെ സ്വഭാവ മഹിമയിലല്ല, ഇതൊന്നും കൊണ്ടല്ല നമുക്ക് ഈ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ദൈവത്തിന്റെ കരുണയാലാണ്. ഹല്ലേലൂയ. ഇത് പറയുന്ന ആള് പൗലോസ് അപ്പോസ്തലൻ വേണമെങ്കിൽ പറയാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ബെന്യാമിൻ ഗോത്രക്കാരൻ, 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, പരീക്ഷന്മാരിൽ പരീക്ഷൻ, ഹാലേലൂയ, ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് ഗമാലേക്കിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ. ഹാലേലൂയ. അവിടെ നിൽക്കുന്ന മാർഗത്തോട് എരിവുള്ളവൻ. സഭയെ എന്താ പറയാ നശിപ്പിച്ച് മുടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുകഴുവാൻ ഒരുപാടുണ്ടായിരുന്നു ഹാലേലിയ. കാരണം അന്നത്തെ കാലത്ത് ഗമാലേക്കിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കാന്ന് വെച്ചാൽ ഹാലേലിയ തിയോളജിയിലൊക്കെ ഏകദേശം ഡെവലപ്മെന്റ് എടുത്ത ഒരു പ്രതീതിയാണ് ഹാലേലിയ. അത്രത്തോളം ഹാലേലിയ വിദ്യാഭ്യാസവും ഹാലേലിയ സൗന്ദര്യവും സാമ്പത്തികവും എല്ലാം കൊണ്ടും ഹാലേലിയ യോഗ്യനായ ഒരു മനുഷ്യനാ പറയുന്നത്. നമുക്ക് ഇത് ലഭിച്ചത് ഹാലേലിയ കരുണയാലാണ്. അതിന് എത്രയോ പേരെ ഭയങ്കര അഹങ്കാരത്തോടെ ജാടയോടും കൂടി ഹാലിന്റെ BTH എനിക്കറിയാൻ MTH ഏതാണ്ടൊക്കെ എടുത്തതാണ്. അപ്പൊ ഭയങ്കര അറിവുള്ളതാണ്, ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, അതുകൊണ്ട് ഭയങ്കര ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ദൈവം നിർത്തിയേക്കെന്ന് പറയുന്നത്. ആ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആർക്കെങ്കിലും ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, അവർക്ക് ആർക്കും ഒരിക്കലും ഹാലേലിയ ദൈവത്തിന്റെ സുവിശേഷം ശക്തമായി ഹാലേലിയ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വരാതെ ഒരിക്കലും നമുക്ക് വായ തുറന്ന് ഒരു ദൈവവചനം ഹാലേലിയ നന്നായി പറയാൻ കഴിയില്ല. എത്ര വലിയ ബുദ്ധിയുള്ളവരാന്ന് പറഞ്ഞ്, എത്ര കഴിവുള്ളവരാ, എത്ര മിടുക്കുള്ളവരാന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല. പക്ഷെ അത് കഴിയുന്നെങ്കിൽ, ചിലപ്പോൾ പഠിച്ചിട്ട് തന്നെ പ്രസംഗശാസ്ത്രം പഠിച്ച് തന്നെ ആയിരിക്കും അവർ പറയും, പക്ഷെ കഴിയുന്നെങ്കിൽ അതും ദൈവത്തിന്റെ കരുണയാണ്. നമ്മുടെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ എന്റെ കഴിവിൽ ഇതെല്ലാം നേടിയത്, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം നേടിയത്, ഞാൻ എൻ്റെ കഠിന പ്രയത്നം കൊണ്ട് അതൊക്കെ നേടിയത് ഹാലേലിയ. പക്ഷെ ഈ പറയുന്ന ആൾക്കാരോട് ഒരു ചോദ്യം നമുക്ക് ചോദിക്കരുത്, ഇത് പ്രവർത്തിക്കാൻ ഹാലേലിയ ഇതിനുള്ള കഴിവ് തന്നത് ആരാണ്, അല്ലെങ്കിൽ ഇതിനുള്ള ആരോഗ്യം തന്നത് ആരാന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി ഇല്ല അല്ലേ? സഹോദരനൊക്കെ എപ്പോഴും പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് ഹാലേലിന്റെ ബുദ്ധി കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതേ കാണുന്നില്ല, ആരും എനിക്ക് തന്നതല്ല എന്ന് ഹാലേലിയ. അപ്പൊ അവര് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, അത് അധ്വാനിക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തി തന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഹാലേലിയ അവിടെ അവർക്കും മറുപടിയില്ല. ഹാലേലൂയ. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം നമ്മുടെ ഇടയിലുണ്ട് ഹാലേലൂയ. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഈ സുവിശേഷമൊക്കെ പറയുമ്പോൾ, അല്ല ദൈവം എനിക്ക് വേണ്ടി വല്ലതും ചെയ്തു, അല്ല ദൈവം ഞാനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കാരണം എനിക്ക് ദൈവത്തെ വേണ്ടാന്നൊക്കെ പലരും പറയുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എന്താ തന്നു പലരും ചോദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി എന്ത് ദൈവം ചെയ്തു,
എന്തിനാ പിന്നെ ഞങ്ങൾ ദൈവത്തിന്റെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ ഈ മാർഗത്തിൽ നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഹാലയിലെ അവരോടൊക്കെ നമുക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യം തിരിച്ചുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല പലപ്പോഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കേണ്ടത് നാവിന് ബലം കൊടുത്ത ദൈവമാണെന്ന് പറയും. മറ്റൊന്നും വേണ്ട. നമ്മൾ ഇന്ന് ശ്വസിക്കാനായിട്ട് നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്ന ദൈവമാണെന്ന് ആലോചിക്കുക. നമ്മുടെ ഈ ശ്വാസം, അകത്തേക്ക് വിടുന്ന ശ്വാസം പുറത്തേക്കൊന്ന് തിരിച്ചെടുക്കാൻ കഴിയില്ല, പുറത്തേക്ക് വിടുന്ന അകത്തേക്ക് വലിക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ തീർന്നില്ല നമ്മുടെ ജീവിതം. ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അഹങ്കരിക്കാതെ നിഗളിക്കാതെ ദൈവസന്നിധാനം താൻ താഴ്ത്തി ജീവിച്ചു. ഇവിടെ സുവിശേഷത്തെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. കാരണം ഈ സുവിശേഷം കരുണ ലഭിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അത് എങ്ങനെ സുവിശേഷം എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മളോട് പറയാം, കരുണ ലഭിച്ചിട്ട് ചെയ്തത് കൊണ്ട് കിട്ടിയത് കൊണ്ട് ഈ ശുശ്രൂഷ, നമുക്ക് ഇരിക്കുന്ന ശുശ്രൂഷ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ശുശ്രൂഷ ദൈവത്തിന്റെ കരുണയാൽ നമ്മുടെ മേൽ വന്നതുകൊണ്ട് എങ്ങനെയാ ഉണ്ടാകിയ അധൈര്യപ്പെടാതെ. അല്ലേലിയ, ദൈവമാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്ത്, ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വന്നെങ്കിൽ ഒരിടത്ത് പോലും നമ്മൾ അധൈര്യപ്പെടരുത്, ധൈര്യത്തോടെ നിൽക്കണം. ഹാലൂയ. ഇപ്പൊ നമ്മൾ കാണുന്ന പ്രോസിക്യൂഷനിൽ പോകുമ്പോൾ, ജയിലിൽ പോകുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെയെല്ലാം ധൈര്യത്തോടെ അധൈര്യപ്പെടരുത് നിങ്ങൾ. അവിടെ ഇവരോട് പറയും, ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ന്യായാസനത്തിലേക്ക് മുമ്പിൽ കൊണ്ട് നിർത്തും. അവിടെ കൊണ്ട് നിർത്തുമ്പം നിങ്ങൾ എന്ത് പറയണമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. തക്ക സമയത്ത് ഞാൻ നിങ്ങളുടെ നാവിൽ തരും പറയേണ്ടത് എന്താണെന്ന്. അതുകൊണ്ട് അധൈര്യപ്പെടാതെ. ലൂയ. അടുത്ത പറയുന്നത്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കുറിച്ചുള്ള ചില ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ. ഇന്ന് കാണുന്ന കണക്ക് പലരും ഉപായത്താലാണ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും അവരുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ, അല്ല അവരോട് പറയുന്ന ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് ലജ്ജാകരമായ ചില രഹസ്യങ്ങളായിരിക്കും. അതിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ലജ്ജാകരമായ രഹസ്യം ത്യജിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്ന പോലെ, മറ്റുള്ളവർക്ക് ലജ്ജയാകുന്നത് പോലെ അല്ല ഇത് ചെയ്യേണ്ടുന്നത്. ധൈര്യത്തോടെ ചെയ്യണം. അടുത്ത പറയുന്നത് ഉപായം പ്രയോഗിക്കാതെ. ഇന്നത്തെ ശുശ്രൂഷ പലതും ഉപായത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ശുശ്രൂഷകന്മാർ വലിയ ഉപായികളായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പല ശുശ്രൂഷകരും പലരെ കുറിച്ചും പലതും പറയുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ അവരുടെയൊക്കെ ഉള്ളത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരുടെ ദൈവം അവരുടെ വയറാണ്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരാണ് ഈ ഉപായം പ്രയോഗിക്കുന്നത്. ലജ്ജാകരമായ ചിലതൊക്കെ ത്യജിച്ച് കളയാതിരിക്കുന്ന. അപ്പൊ അങ്ങനെ ആയിരിക്കല് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്. കാരണം ഇത് ദൈവത്തിന്റെ കരുണയാൽ നമുക്ക് തന്നതാണെന്നൊരു ഓർമ്മ നമുക്ക് വേണം. അപ്പൊ അവിടെ അധൈര്യപ്പെടരുത്, ധൈര്യത്തോടെ നിൽക്കുക. ലജ്ജാകരമതൊക്കെ ത്യജിച്ച് കളയണം. ഉപായം പ്രയോഗിക്കരുത്. അടുത്ത പറയുന്നത് എന്താണ്? ദൈവവചനത്തെ കൂട്ടിച്ചേർക്കാതെയും. അപ്പൊ ദൈവത്തിന്റെ വചനത്തോട് ചിലതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിച്ചേർക്കാം. കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ ബിനുവാണെന്ന് പറഞ്ഞത്, ഒരു കത്തോലിക്ക അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതായി പോയെന്ന്. ഏതോ ഒരു ഇതിൽ കഴിഞ്ഞിട്ട് പറഞ്ഞ ലാസർ മരിച്ച കാര്യം. ലാസറിനെ മരിപ്പിച്ചത് ദൈവമാണ്, ദൈവം തന്നെ ഉയർപ്പിച്ചു. സംബന്ധിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇവന്മാരെ എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഞാൻ മരിച്ചാൽ ഉയർത്തി വരുമെന്നുള്ളത് തെളിവാക്കാൻ വേണ്ടിയിട്ട് ലാസറിനെ കൊന്ന് ദൈവം എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു രീതിയിൽ ഒരു പ്രസംഗം. ഇത് കേട്ടപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പാടില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ കാര്യം പറഞ്ഞ ഇവന്മാർക്കൊന്നും ഒരു ബോധമില്ല, ബൈബിൾ എന്താന്ന് പോലും അറിയത്തില്ല. എന്നാ പിന്നെ പ്രസംഗിക്കാതിരുന്നൂടെ എന്നാ ചോദിച്ചത്. കാരണം ഇന്ന് പലപ്പോഴും ഞാൻ കാണാറുണ്ട് മറ്റുള്ള നമ്മുടെ നാമധേയ ക്രിസ്ത്യാനികൾക്കിടയിൽ വചനം പറയുന്ന പലരും വചനത്തെ കൂട്ടിക്കളയുന്ന പോലെയല്ല, അത് ദുരുപദേശം കൊടുക്കുന്ന പോലെ പ്രസംഗം. ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്റർ, ഏതൊരു അച്ഛന്റെ ഭാര്യം കണ്ടായിരുന്നു പ്രസംഗിച്ചപ്പോ. ഞാനത് കേട്ടപ്പോ ഞാനത് പറഞ്ഞത് നമ്മുടെ ഇസഹാക്ക് വിതച്ച സമയത്തെ കാര്യം പറഞ്ഞത്. അപ്പം അപ്പൻ ചെയ്ത് എന്താണ് അതുപോലെ തന്നെ മക്കളും ഫോളോ ചെയ്യണം. അതുകൊണ്ട് ഇസഹാക്ക് പലയിടത്തും ചെന്നപ്പോ അപ്പൻ ചെയ്തതുപോലെ ചെയ്തെന്ന്. അവിടെ ദൈവം വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അന്ന് അപ്പം പോയതുപോലെ, അബ്രഹാം പോയത് ക്ഷാമകാലത്ത് നീ ഇവിടുന്ന് പോകരുത് ദൈവം പറയുന്നത്. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും ദൈവം അപ്പന്മാരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കുകളെ മക്കളെ കൊണ്ട് തിരുത്തിക്ക് നമ്മൾ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ എസ്തർ പ്രവാചകൻ
പ്രവചനത്തിലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പന്മാർ പച്ചമുന്തിരി ഇങ്ങനെ മക്കളുടെ പല്ല് പുളിക്കൂ എന്നുള്ള ഇസ്രായേലിലുള്ള പഴഞ്ചൊല്ല് തന്നെ മാറ്റിക്കളയണം. ഹാലെ, അപ്പന്മാർ ചെയ്ത ദുർമാർഗങ്ങൾ മക്കൾ പിന്തുടരില്ല, അതൊക്കെ വിട്ടുതിരിഞ്ഞ് ഹാലിൽ മക്കൾ നന്മ ചെയ്യുമെങ്കിൽ അപ്പന്മാരുടെ പാപത്തെ അവർ വഹിക്കേണ്ടതില്ല എന്ന്. അല്ലെന്തെങ്കിൽ ഈ പാപം തലമുറയോളം ഹാലേലിയ അത് പകരപ്പെടുന്ന. പക്ഷേ മക്കൾക്ക് വേണമെങ്കിൽ അപ്പന്മാർ ചെയ്തതിനെ ഹാലേലിയ അവരുടെ നല്ല പ്രവൃത്തി കൊണ്ട് ആ ശാപം പിന്തുടരാതെ ക്യാൻസൽ ചെയ്യാൻ പോലും പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ദുരുപദേശങ്ങൾ പോലെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇനി എന്തിനാ അവിടെയൊന്നും പോണ്ട. നമ്മുടെ പെന്തക്കോസ്തൽ നിൽക്കുന്ന പല ദൈവദാസന്മാരും ഹാലേലൂയ പ്രസംഗിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. എന്നാലും തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്ന പോലെ നമ്മുടെ പെന്തക്കോസ്തുകാർ തന്നെയാണ് വചനം കൂടുതൽ ആഴമായി പഠിച്ചിട്ട് ഹാലേലൂയ അവര് അതിൽ നിന്ന് മനുഷ്യരെ ഉദ്ധരിക്കുകയും പ്രബോധിപ്പിക്കുകയും അതിന്റെ നല്ല വശങ്ങൾ പറയുകയും ചെയ്യുന്ന പക്ഷെ എന്നിലും അതിനിടയിൽ ഉണ്ട് ചില ദുരുപദേഷ്ടാക്കന്മാർ അപ്പം അവിടെയൊക്കെ പറയുന്നത് ഇവിടെ വചനം സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്ന് വചനത്തിൽ കൂട്ടിച്ചേർക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇച്ചിരി ആഡ് ചെയ്ത് നമ്മുടെ നമ്മുടെ എന്താ പറയാ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് വചനത്തിൽ കൂട്ടിച്ചേർക്കരുത്. എന്നിട്ട് വചനത്തെ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ, അപ്പൊ വചനത്തെ കൂട്ടിച്ചേർക്കാതെ പറയുന്നത് സത്യം പറയണം. നീ അത് ചെയ്യരുത് എന്നാണെങ്കിൽ ചെയ്യരുത് എന്ന് തന്നെ പറയണം. അല്ലെ വേണമെങ്കിലാകാം, വേണ്ടെങ്കിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനാണ്, ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത്. പലപ്പോഴും പല ദൈവദാസന്മാരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സിസ്റ്ററെ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങി അവരവിടെ കാണത്തില്ലു. ഹല്ലേലൂയ. അപ്പൊ കസേരയിൽ ആളിരിക്കുന്നതാണ് ഇമ്പോർട്ടന്റ്, അതോ സത്യം പറയുന്നതാണ് ഇമ്പോർട്ടന്റ്, നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം, നാദാം പ്രവാചകരൊക്കെ രാജാവിന്റെ മുമ്പ് വായ തുറക്കത്തില്ലായിരുന്നു. കാരണം അയാള് രാജാവാണ്. തലയിൽ പിന്നെ കഴുത്തിൽ പിന്നെ തല കാണുമെന്ന് പോലും ഉറപ്പില്ല ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയിട്ട് ഒരു പ്രവാചകനോട് ദൈവം പറയാ, നീ അവനോട് പോയി പറ, നീ എന്തൊക്കെ ഇവിടെ ചെയ്തു വെച്ചാലും ഞാൻ പറയാതെ ഇനി ഇന്ത്യയിൽ നേരം വെളുക്കത്തല്ല രാത്രി ആകത്ത് നീ പോയി പറയടാന്ന് പറഞ്ഞ് പോയി പറയുവോ? പറയോ? ഇല്ല, ഇപ്പൊ ആരും പോയി പറയത്തില്ല. പക്ഷേ അന്ന് ഈ നമ്മുടെ ഏലിയ പ്രവാചകനോട് പറഞ്ഞു, നീ പോയിട്ട് പറ, ഇവിടുത്തെ രാജാവിനോട് പോയി പറ, ഞാൻ പറയാതെ മഴ പെയ്യത്തുമില്ല, മഞ്ഞും മഴ ഉണ്ടാകത്തില്ല, പോയി പറയാൻ പറഞ്ഞപ്പോ ധൈര്യത്തോട് പോയി പറഞ്ഞു. കാരണം എന്താ, ദൈവത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ ദൈവം ആരെന്ന് അവർക്കൊരു ബോധമുണ്ടായിരുന്നു. ഇന്ന് ആ ബോധമില്ല, ആ വിശ്വാസം ഇല്ലെന്നുള്ളതാണ് സത്യം. ഇനി അയാളുടെ വിചാരം ഞാനെങ്ങാനും ചെന്ന് പറഞ്ഞിട്ട് സൂര്യനെങ്ങാനും അസ്തമിക്കുകയല്ല, സൂര്യനെങ്ങാനും ഉദിക്കുക എന്തെങ്കിലും ചെയ്ത് നേരം വിളിക്കുകയാണ് ചെയ്തു എന്തോ, പിന്നെ എന്റെ കാര്യം കട്ടാ പോകുകയാണ് ഹാലയിലെന്ന് വിചാരിക്കല്ലേ. പക്ഷെ നമ്മുടെ ദൈവം ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ ധൈര്യം നമുക്ക് ഉണ്ടാകണം. ഹാലൂയ. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, അന്നത്തെ കാലത്തെ സുവിശേഷവും ഇന്നത്തെ കാലത്ത് സുവിശേഷം തമ്മിൽ വ്യത്യാസം. അന്നത്തെ കാലത്ത് സുവിശേഷകന്മാരും ഇന്നത്തെ കാലത്ത് സുവിശേഷകന്മാരും തമ്മിൽ വ്യത്യാസം. നമ്മൾ ഉൾപ്പെടെയുള്ള കാര്യം ഞാനീ പറയുന്നു. ഹാലൂയ. സ്തോത്രം. ഇതുപോലൊക്കെ വല്ലതൊക്കെ പറയണം സിസ്റ്റർ, എന്നാലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ചിലരുടെ ഉള്ളിലോട്ടൊക്കെ കയറത്തുള്ളൂ കേട്ടോ. ഹാലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഉപായം അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചു ശുശ്രൂഷ ഉണ്ടാകാൻ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ധൈര്യത്തോടായിരിക്കണം. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിക്കണം. അടുത്ത ഉപായം പ്രയോഗിക്കാതെ, ദൈവത്തിന്റെ വചനത്തെ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ, സത്യം മാത്രം വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് മറച്ചു വെക്കാതെ സത്യമായി വെളിപ്പെടുത്തുന്നതിനാൽ ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ സത്യം ദൈവസന്നിധി സകല മനുഷ്യ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പൊ ദൈവസന്നിധിയിൽ, അപ്പൊ ദൈവത്തിന് നമ്മുടെ മനസാക്ഷി അറിയാം. എന്നിട്ട് ദൈവസന്നിധി സകല മനുഷ്യർക്കും ദൈവസന്നിധി സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പം മനുഷ്യരോടും അവർക്കൊരു മനസാക്ഷിയുണ്ട്. ദൈവസന്നിധി വരെ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു എന്നുള്ള ബോധമുണ്ട്. ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് മനുഷ്യരോടും ദൈവത്തോടും അവർ കപടം പ്രവർത്തിക്കുന്നില്ല. ഞാനിപ്പം നമ്മുടെ സാറാമ്മ സിസ്റ്ററോട് പറയേണ്ട ഒരു കാര്യം ദൈവം പറഞ്ഞു പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ കപടം പ്രവർത്തിക്കും. ഇനി പറയാത്തൊരു കാര്യം ഞാൻ സാറാമ്മ സിസ്റ്റർ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ അതും കപടവാ, അല്ലേ? ആരോടാ? സാറാമ്മ സിസ്റ്ററോടും കപടവാ,
ദൈവസന്നിധിയിൽ ഞാൻ കപട പ്രവർത്തിക്കുന്നത്. ഹാലേലൂയ. അത് നമ്മൾ ചെയ്യരുത്. ഹാലേലൂയ. ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ എപ്പോഴും എന്റെ വായിലേക്ക് ഇത് കടന്നു വരുന്നുണ്ട്. ഹാലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവം കാണിക്കാത്തൊരു കാര്യം ഹാലേലൂയ. പലപ്പോഴും നമ്മൾ ഹാലേലൂയ ആളാകാൻ വേണ്ടി പലരും പലതും പറഞ്ഞു വിടുമ്പോൾ ഹാലേലൂയ അങ്ങനെയും പറയരുത്. ദൈവം കാണിച്ച കാര്യമായിട്ട് വിഴുങ്ങിക്കളയുകയും ചെയ്ത് പറയേണ്ട കാര്യം പറയുകയും ചെയ്യണം. ഹാലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അവിടെ എല്ലാം ദൈവസന്നിധി നമ്മൾ നിൽക്കുന്നതാണെന്നുള്ള ബോധ്യം നോക്കി. എന്നിട്ട് ഇവിടെ പറയുന്നത് അതടുത്ത് എന്നാൽ ഞങ്ങളുടെ സുവിശേഷം, ഇവിടെ എല്ലാം പൗലോസ് അപ്പോസ്തലൻ ഞാൻ എന്നല്ല ഉപയോഗിച്ചത്, ഞങ്ങളെന്നാ ഉപയോഗിച്ചത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പാരഗ്രാഫ് എഴുതിയത് എല്ലായിടത്തും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെന്ന് എഴുതിക്കുന്നത് നമ്മൾ ഒരിക്കുന്ന അത് ഇത് ഞാൻ പറഞ്ഞു വിട്ടുപോയത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഭാഗം ഊന്നി പറയാറ്. കാരണം സുവിശേഷം എപ്പോഴും ഒരാളുടെ ഒറ്റയ്ക്കുള്ള കാര്യമല്ല, വൺ മാൻ ഷോ അല്ല അത്. ഹാലേലൂയ. നമ്മൾക്ക് ഹാലേലൂയ അവിടെ നമ്മൾ എപ്പോഴും കൂട്ടായ്മയിൽ വ്യാപരിക്കേണ്ട വൺ മാൻ ഷോ ആയിട്ട് വരേണ്ട കാര്യമല്ല അത്. ഹാലേലൂയ. ഇവിടെ പറയുന്നത് എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു ദൈവ ഞങ്ങളെ തന്നെ, ഇവിടെ സകല മനുഷ്യരും മനസ്സിൽ ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇത് വെളിപ്പെടുന്നില്ല, ആർക്കെങ്കിലും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് മാത്രമേ ഇത് മറഞ്ഞിരിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെടാനുള്ളവരുടെ മനസ്സിലേക്ക് ഇത് ആഴത്തിലേക്ക് ഇറങ്ങും. നമ്മൾ പോയി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേലും കഴിഞ്ഞു. ഹാലേലൂയ. ദൈവം തന്നെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വഴി മുഖാന്തരം ഒരുക്കും. ഹാലേലൂയ. നമ്മളോട് ദൈവം ചില വചനത്തിലൂടെ ഇടപെടും. ഹാലേലൂയ. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തെ ദൈവം തിരിക്കും. ഹാലേലൂയ. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യരെ ദൈവത്തെ നമ്മെ നിരപ്പിക്കാനുള്ള നിരപ്പിന്റെ ശുശ്രൂഷ നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിലേക്ക് അത് കയറും. കാരണം അത് മറഞ്ഞിരിക്കുന്നെങ്കിൽ, ഇപ്പോഴത് വെളിപ്പെടുന്നില്ല, നമ്മൾ പലതവണ പറഞ്ഞിട്ടും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അവർക്കത് മനസ്സിലാകുന്നുണ്ട്, അവർ നശിച്ചു പോകുന്നവർ തന്നെയാണെന്ന് ദൈവം പറയുന്നത്. സുവിശേഷം മറിഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത്, അല്ലാത്തുള്ള ആർക്കും മറിഞ്ഞിരിക്കത്തില്ല. പറയുമ്പോൾ അവർക്കത് തെളിവായും അവർക്ക് മനസ്സിലാകും. ഹാലേലൂയ. എന്നിട്ട് പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹാലേലൂയ. എന്തുകൊണ്ട് അവർക്കത് മറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ അവിശ്വാസം കൊണ്ടുവന്ന് കുരുടാക്കി വെച്ചത് ആരാ? ഈ ലോകത്തിന്റെ ദൈവം. അതാരാണ്? പിശാചാണ്. ഹാലേലൂയ. പിശാചാണെന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കാണുന്ന സകല ദൈവങ്ങളെയും ഒറ്റ പുലിയെ വിളിക്കുന്ന ദൈവം ഈ ലോകത്തിന്റെ ദൈവം അത് ഒറ്റ ഒരുത്തനായുള്ളൂ, പിശാചാണ്. അപ്പൊ എല്ലാ ദൈവങ്ങളുടെയും പിന്നിൽ ഇന്ന് ദൈവമെന്ന് വിചാരിച്ച് പലരും പോയി കുമ്പിടുന്ന സകലതിനെയും കൂട്ടി നമുക്ക് ഒറ്റ ഒരു വാക്ക് പറയാം: പിശാച്. ഹല്ലേലൂയ. അതാണ് അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളയുന്നത്. അതുകൊണ്ടാണ് അവിശ്വാസികൾക്ക് എപ്പോഴും സുവിശേഷം മറവായിരിക്കുന്നത്, വെളിപ്പെടത്തില്ല. അവരുടെ ഹൃദയം കുരുടായിരിക്കുമ്പോൾ, അവരുടെ മനസ്സ് കുരുടായി, നമ്മൾ എത്ര പറഞ്ഞാലും അകത്തോട്ട് ഇത് കേറത്തില്ല. കാരണം പിശാച് അത് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവം എത്രണ്ണം ഉണ്ടെന്ന് പറയും? ദൈവം ഏകനാണ്. പക്ഷെ ഈ ലോകത്തിലൊരു ദൈവമുണ്ട്. ഹാലേലിയ. ഈ ലോകത്തിലെ ദൈവം ഹാലേലിയ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ച ആ കുരുട് മാറണമെങ്കിൽ എന്താ പറയാ, പൈശാചികമായി ഇരുട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ ആക്കി വെച്ചേക്കുന്നത്. കാരണം നമ്മൾ ചെല്ലുമ്പോ എന്ത് ചെല്ലണമെന്ന് പറഞ്ഞു ദൈവം പറഞ്ഞേക്കുന്നത്? വെളിച്ചം ചെല്ലണം. ഹാലേലൂയ. യേശു ഗലീലയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇരുട്ടെന്ന പട്ടണം വെളിച്ചം കണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വായുന്ന വചനത്തിലൂടെ ഇരുട്ട് മാറി വെളിച്ചം അവിടെ പ്രകാശിച്ചാൽ മാത്രമേ ഇവരുടെ ഹൃദയത്തിന്റെ ഇരുട്ട് മാറ്റാൻ കഴിയും. ഇവരുടെ ഹൃദയത്തിന്റെ ഇരുട്ട് മാറ്റണമെങ്കിൽ വചനത്തിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം വചനത്തിലാണ് ജീവനുള്ളത്. ആ ജീവനാണ് മനുഷ്യന്റെ വെളിച്ചമാകേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും പലയിടത്തും നമ്മൾ വചനം സുവിശേഷിക്കുമ്പോഴാണ് പലരുടെയും ഹൃദയത്തിൽ നിന്ന് ഇരുട്ട് മാറിപ്പോകാനായിട്ട്. അപ്പൊ ഇരുട്ടിനെ മാറ്റാനായിട്ട് നമ്മൾ കൂടുതൽ നല്ല എന്താ പറയുക, വോൾട്ടേജ് ഉള്ള ബൾബ് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരുടെ ഹൃദയത്തിൽ ഇരുട്ടുമാണെങ്കിൽ വചനം തന്നെ അവിടെ പ്രകാശിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വചനം പറയണം, സുവിശേഷം പറയണം എന്ന് പറയുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ. അടുത്തത് ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും
ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വെളിപ്പാട് ഞാൻ പറയാം, ദൈവം ആരംഭകാലത്ത് എനിക്ക് തന്ന വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ ഞങ്ങളെ ക്രിസ്തു യേശുവിന്റെ കർത്താവ് എന്ന്. അപ്പൊ നമ്മുടെ കർത്താവ് യേശുവാണ് കർത്താവെന്നും ഞങ്ങളോ ആ കർത്താവിന്റെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാരായി നിന്നുകൊണ്ട് തന്നെയാണ് അവരോരോ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണം നമ്മൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പുൽപ്പറ്റി കയറി അല്ലെ പ്രസംഗിക്കാനായി കയറി നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരുമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആരാന്ന് വെച്ചാൽ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മക്കളുടെ മുമ്പിൽ ദൈവത്തിന്റെ ദാസന്മാർ താഴെയാണ്, മുകളിലല്ല. മക്കളാണ് ഉയർന്ന പ്രിവിലേജ്. അപ്പൊ ആ ഒരു ബോധത്തോട് വേണം നമ്മൾ പ്രസംഗിക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട്. കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ മക്കളാണ്. അവർക്ക് വേണ്ടി ഹല്ലേലൂയ ആമേ ആക്കി വെച്ച ദാസിയാണ് ഞാനെന്ന് ആമേ ആ ബോധത്തോട് പ്രസംഗിക്കും. ഒരിക്കലും നമ്മൾ നിഗളിക്കത്തില്ല, ഒരിക്കലും നമ്മൾ അഹങ്കരിക്കത്തില്ല. നമ്മുടെ മുമ്പിലെ വിശ്വാസികൾ കാണുന്ന നമ്മൾ പുച്ഛത്തോടെ അവധിയോടെ നോക്കത്തില്ല. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് റോഡിലിറങ്ങിയാലും തെരുവിലിറങ്ങിയാലും ഹല്ലേലൂയ കർത്താവിന്റെ സുവിശേഷം കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇത് കേട്ട് രക്ഷിക്കപ്പെടുവാനുള്ളത് ഹല്ലേലൂയ അവരെയൊക്കെ അവരോട് അറിയിക്കേണ്ട ക്രിസ്തു ആണ് നമ്മുടെ കർത്താവ്. ഞങ്ങൾ ആ കർത്താവ് ആക്കി വെച്ച വെറും ദാസന്മാരാണ്. ബോധത്തോടെ അവർ ശുശ്രൂഷിച്ചെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളത്തിൽ ഉണ്ടാകേണ്ട ഹാലയില് വലിയൊരു ബോധ്യമായിരിക്കണം. നമ്മുടെ ഒന്നും മാത്രമല്ല, ശുശ്രൂഷയ്ക്കായി കയറി നിൽക്കുന്ന പറയാൻ പറയും പല പാസ്റ്റേഴ്സും ഹാലലിയ വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും ഹാലലിയ അവരോട് പലപ്പോഴും ഹാലലിയ അവരുടെ ഇവരെന്തോ വലിയ സെലിബ്രിറ്റികളും മറ്റിരിക്കുന്നവരെല്ലാം ഹാലലിയ എന്തോ ഹാലലിയ ഭിക്ഷ വാങ്ങാൻ വന്ന് എന്തോ ഭിക്ഷ യാചിക്കാൻ വന്ന ആൾക്കാരാണെന്ന് രീതിയിൽ ശുശ്രൂഷിക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് ഹാലെ. പക്ഷെ അങ്ങനെ ഒന്നും ആകരുത് ഹാലെ. കാരണം ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ അവരെക്കാട്ടി തന്റെ മുമ്പിൽ ഇരിക്കുന്നവരെക്കാട്ടി ഞാൻ ഗ്രേറ്റ് അല്ല, അവരെക്കാട്ടി ഞാൻ താഴെയാണെന്നുള്ള ബോധത്തോട് വേണം നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട്. ഹാലെ. അപ്പൊ അവിടെ പറഞ്ഞ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്ന അരുളിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശം. അപ്പൊ ഞാൻ പറഞ്ഞു സുവിശേഷത്തിന്റെ വെളിച്ചം എവിടെയായിരിക്കും വെച്ചാൽ അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. അപ്പൊ ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം ഹാല ഇവിടെ പറയുന്നത് ആമേ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. അപ്പൊ ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിപ്പെട്ട ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എവിടെയാണ്? നമ്മുടെ ഹൃദയങ്ങളത് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രകാശിക്കണം. അതാ പറഞ്ഞ നമ്മൾ ഇന്ന് വെളിച്ചമായിട്ട് പലയിടത്തേക്കും കടന്നു ചെല്ലും. യേശു കർത്താവ് ഗലീലയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇരുട്ടെന്ന പട്ടണം വെളിച്ചം കണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പലയിടത്തേക്കും കടന്നു ചെന്ന് അവിടെ വെളിച്ചം പ്രകാശിപ്പിക്കേണ്ട ആൾക്കാർ. എന്താ? ക്രിസ്തുവിന്റെ ആ മുഖത്തുള്ള ദൈവ തേജസ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുക. ഹൃദയത്തിൽ അത് അടച്ചു പൂട്ടി താഴിട്ട് പൂട്ടി സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അത് നമ്മളിലൂടെ പ്രകാശിക്കാനുള്ളതാ. ഹാലേലൂയ. ആ പ്രകാശം നമ്മളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന ആ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നമ്മൾ പ്രകാശിക്കുമ്പോഴാണ് അവിടെ ഇരുട്ട് മാറത്തുള്ളൂ. ഹാലേലൂയ. അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരണം, നമ്മളിലൂടെ അത് പ്രകാശിക്കണം. ഹാലേലൂയ. അവിടെയാണ് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ക്രിസ്തു എന്നെ പോലെ ക്രിസ്തു എന്ന തലയോളം വളരുന്നതൊക്കെ പറയുന്നതിന്റെ കാര്യം ഇത് നമ്മളിലൂടെ പ്രകാശിക്കണമെങ്കിൽ ദൈവത്തിന്റെ മുഖത്തുള്ള തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിന് എവിടെ ഇരിക്കുന്നു വെച്ചാൽ ആ മഹത്വം മുഴുവൻ നമ്മുടെ ഉള്ളത്തിൽ കയറി ഇരിക്കുക. നമ്മളിലൂടെ അത് പ്രകാശിക്കണം. ഹാലേലൂയ. ആമേ. താഴോട്ടുള്ള ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ ഹാലയിൽ നമുക്ക് ഇന്നത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം അവിടെ നല്ല ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഭാഗം നമ്മൾ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഭാഗമാണത്. പക്ഷെ എന്നാലും ഞാൻ ആ 13-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അല്ലെ. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് അല്ലെ. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ള, ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കും. അപ്പൊ നമുക്ക് വേണ്ട വിശ്വാസം എന്ന് പറഞ്ഞത് ഹാലേലൂയ 9 കൃപാവരങ്ങൾ പറഞ്ഞത് ഒരു കൃപാവരം തന്നെയാണ്. അത് ആത്മാവാണ്, ആത്മാവിന്റെ ഗിഫ്റ്റ്. ആ കൃപാവരങ്ങൾ നമുക്ക് ആത്മാവിന്റെ കൃപാവരങ്ങളാണ്. ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതിന്. ഹല്ലേലൂയ. അപ്പൊ അത്
അതേ ആത്മാവ്, ആ വിശ്വാസം എന്ന ആത്മാവ് ഞങ്ങളിലുള്ള, വിശ്വസിച്ചവരൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ വിശ്വാസത്തിന് അതേ ആത്മാവ് ഞങ്ങളുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. ഇന്ന് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ, ഒരാൾക്ക് വേണ്ടി നമ്മൾ വചനം പറയുമ്പോൾ, ഒരാളെ നോക്കി നമ്മൾ പ്രവചിക്കുമ്പോൾ, ഒരാളെ നോക്കി അവനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് പറയും. വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം എന്നത് പരിശുദ്ധാത്മാവിന് ഒരു ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ നമ്മളിൽ വിശ്വാസം അത് ഉണ്ടാകണം. കാരണം 9 കൃപാവരങ്ങളിൽ ഹല്ലേലൂയ ഉള്ള ഒന്നാണ് അത് നമ്മൾ എല്ലാവരിലും ഉണ്ടാകും. കാരണം നമ്മളെ വിളിക്കുന്ന തന്നെ വിശ്വാസികൾ എന്ന നമ്മൾ എപ്പോഴും പറയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരാതെ യേശു കർത്താവ് നമുക്ക് ഏറ്റു പറയാൻ പോലും കഴിയത്തില്ല. അപ്പൊ യേശുവിനെ നമുക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷിക്കപ്പെടാമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഈ വിശ്വാസത്തിന് ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത്. അപ്പൊ ആ ആത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും. ഹല്ലേലൂയ. എന്താ വിശ്വാസത്താൽ ചിലതൊക്കെ സംസാരിക്കും. വിശ്വാസത്തിലേക്ക് നോക്കി നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഹല്ലേലൂയ. നമ്മളിലുള്ള വിശ്വാസം നമ്മൾ പറയാൻ തുടങ്ങും. ജോഷു എന്തുകൊണ്ടാ സൂര്യ അവിടെ നിൽക്ക, ചന്ദ്ര അനങ്ങരുതെന്ന് പറഞ്ഞ ജോഷിയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞാൽ ഇത് കേൾക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു രോഗിയെ നോക്കി രോഗം വിട്ടുമാറട്ടെ, അല്ലെങ്കിൽ ഭൂതം വിട്ടുമാറട്ടെ, രോഗി സൗഖ്യമാകട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അത് സംഭവിക്കും എന്നുള്ള വിശ്വാസത്തല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ആ വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളത്തുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും, നമ്മൾ വിശ്വസിക്കും, നമ്മൾ സംസാരിക്കും. അപ്പൊ നമ്മൾ സംസാരിക്കാതെ ആരെങ്കിലും ഇരിക്കുന്ന ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസമില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ സംസാരിക്കണം. ചില കാര്യങ്ങൾ, ചിലതിനെ നോക്കി, ചില പ്രതികൂലത്തെ നോക്കി ഹല്ലേലൂയ, ചില പ്രതിസന്ധികളെ നോക്കി ഹല്ലേലൂയ, ചില ദുർഘടങ്ങളായ അവസ്ഥകൾ നോക്കി നിങ്ങൾ വായെടുത്ത് വിശ്വസിച്ച് നിങ്ങൾ സംസാരിക്കണം. കാരണം ഇവിടെ പറയുന്നത് എങ്ങനെയാ, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന് അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിന് ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സുവിശേഷം ദൈവത്തിന്റെ കരുണ ലഭിച്ചിട്ട് അവരിലേക്ക് വന്ന ആ സുവിശേഷം ശുശ്രൂഷകർക്ക് വന്നപ്പോൾ അവർ പോയിടത്തെല്ലാം അത് പറയുവാൻ കാരണം അതെങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ച് അധൈര്യപ്പെടാതെ, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്, ഉപായം പ്രയോഗിക്കാതെ, ദൈവവചനത്തെ കൂട്ടിച്ചേർക്കാതെ, സത്യം വെളിപ്പെടുത്തി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് തങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ലജ്ജാകരമായ കാര്യങ്ങൾ ചെയ്യാതെ സത്യം മാത്രം സംസാരിക്കാനായിട്ട് വചനത്തിൽ കൂട്ടിച്ചേർക്കാതെ സംസാരിക്കാനായിട്ട് ഹല്ലേലൂയ ആമേൻ. ഇത് ആ ധൈര്യത്തോട് സംസാരിക്കുക. എന്താ ഇവരെ സഹായിച്ച? വിശ്വാസത്തിന്റെ ആത്മാവ് അവരെ സഹായിച്ച. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയാതല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ സേവിച്ചിരിക്കുന്നത് എന്റെ ദൈവം പറയാതെ ഇനി ഇവിടെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പോയി പറയാൻ ധൈര്യം കാണിച്ചത് ഇന്ന് നമുക്ക് ആർക്കാ ധൈര്യം ഇല്ലാത്തതിന്റെ കാരണം നമ്മളുടെ വിശ്വാസത്തിന്റെ അളവിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. എല്ലാവരിലും വന്നേക്കുന്ന വിശ്വാസത്തിന്റെ ആത്മാവ് ഒന്നാന്ന് വെച്ചാൽ ആത്മാവ് ഒന്ന് തന്നെയാണ്. പക്ഷേ അതിന് ഏറ്റക്കുറിച്ചുകൾ നമുക്ക് നിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ കഴിയാത്ത, ധൈര്യത്തോട് പറയാൻ കഴിയാത്ത പലതിലും ഹല്ലേലൂയ എന്താ പറയാ അല്പമൊക്കെ കട്ട് ചെയ്ത് നമ്മളൊരു എഡിറ്റ് ചെയ്തൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ വിശ്വാസത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പൂർണ്ണതയോടെ നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മളല്ല പ്രവർത്തിക്കാൻ നമ്മൾ ഇടം കൊടുക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട്ടുകളിൽ ചില പ്രതികൂലങ്ങളൊക്കെ നിൽപ്പല്ലേ സിസ്റ്ററെ, അല്ലേ? അതിനെയൊക്കെ നോക്കി എന്താ വേണം? വിശ്വാസത്തോടെ സംസാരിക്കണം. ഞാൻ വിശ്വസിച്ചു, ഞാൻ സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തോടെ ചിലത് നോക്കി ഇന്ന് സംസാരിക്കാൻ തുടങ്ങണം നിങ്ങൾ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ ചിലതൊക്കെ മാറിപ്പോകും. ചിലരിട്ടെന്നെ മണ്ഡലങ്ങൾ ചില പിടിച്ചു വെച്ചിരിക്കുന്ന പിടിച്ചു വെക്കലുകൾ ഇതൊക്കെ നമ്മൾ വിശ്വാസത്തോടെ നാവെടുത്ത് സംസാരിക്കണം. സുവിശേഷം അങ്ങനെ തന്നെയാണ്. ആദ്യം പറഞ്ഞ ഭാവം വായിച്ചിട്ട് എവിടേക്ക് വന്നതിന്റെ കാര്യം, ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞ പോലെ ചെയ്യാൻ കഴിയുന്നതിന്റെ കാര്യം ഹല്ലേലൂയ നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയത്.
കർത്താവ് യേശുക്രിസ്തുവിന്റെ തേജസ്, ആ മുഖ തേജസ് ഇപ്പൊ ഹൃദയങ്ങളിലുണ്ട്. ഇത് വിശ്വസിക്കണം. എന്നാലേ ആ തേജസ് നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ പോകുന്ന ശുശ്രൂഷയിൽ ഹാലേലിയ, പരിശുദ്ധാത്മാവ് ഹാലേലിയ, അവിടെ പല കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന എന്താ? എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഹാലേലിയ, ആത്മാവ് ശുശ്രൂഷകളെ ഏറ്റെടുക്കുക, ആത്മാവ് സകലതും ചെയ്യുമെന്നുള്ള വിശ്വാസം നമ്മളുള്ളതുകൊണ്ട് നമ്മൾ ആ ഉറപ്പിലാണ് നിൽക്കുന്നത്. ആ ഉറപ്പ് നമ്മൾ ഉള്ളതുകൊണ്ട്, ആ വിശ്വാസം നമ്മൾ ഉള്ളത് കൊണ്ടുമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുന്നത്. എനിക്ക് വിശ്വാസമില്ല, എനിക്ക് പരിശുദ്ധാത്മാ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ലത്. കാരണം ദൈവാത്മാവ് ഞാൻ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് പ്രവചനങ്ങൾ പലപ്പോഴും ചിലതൊക്കെയുള്ള വിഷയം വെളിപ്പാടിലൂടെ നമ്മളോട് പ്രവചിപ്പിക്കുക, ചില ദൈവ ശബ്ദത്തിലൂടെ നമ്മളെ കൊണ്ട് പ്രവചിപ്പിക്കും, ചിലപ്പം ദൈവം നമ്മുടെ നാവിനെ കൺട്രോൾ ഏറ്റെടുത്ത് പ്രവചിപ്പിക്കും, ചിലപ്പോൾ നമ്മൾ ഒന്നും കാണാൻ ദൈവാത്മാവ് ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കാൻ നമ്മൾ പറയുക ചെയ്യുന്നത്. ഈ ഏത് രീതിയിലാണെങ്കിലും വിശ്വാസമില്ലാതെ നമുക്ക് കാണിക്കുമ്പോൾ തന്നെ ആദ്യമൊക്കെ തോന്നും, ദൈവമേ ഇത് ശരിയാണോ ഞാൻ കാണുന്നത് എന്നൊക്കെ തോന്നുമായിരുന്നു. ഹാലേലൂയ. അപ്പൊ അത് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് എന്തുകൊണ്ട് തോന്നുന്നു വെച്ചാൽ പലർക്കും മാനുഷ്യമായ ചിന്തകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെ വിഷയങ്ങൾ കേട്ടിട്ടോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇരുന്ന് പ്രാർത്ഥിക്കും ചിലപ്പോൾ ചില പക്ഷെ അങ്ങനെ നമുക്ക് തോന്നൽ വന്ന ദൈവത്തോട് അടുത്ത കൺഫർമേഷൻ ചോദിക്കാം. നമ്മളത് വിളിച്ച് പറയരുത്. വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് അത് വേദനയാകും. ചിലപ്പോൾ പറയുന്ന ആൾക്ക് അത് ആമേ ഹാലേലൂയ ആമേൻ. നമ്മൾ ഒരാളുടെ ഹൃദയത്തെ ഡൈവേർട്ട് ചെയ്യുന്ന രീതി എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവത്തിന്റെ പാതയിൽ ചലിപ്പിക്കുന്ന രീതി, ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹമല്ലാത്ത നമ്മൾ സംസാരിച്ചാൽ നമുക്ക് ശാപമായി മാറിയും കൂടെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൺഫർമേഷൻ ചോദിച്ചു തന്നെ ഒരു കാര്യം പറയാം. പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് പറയുന്ന ശുശ്രൂഷകൾ പലതും ചെയ്യണം. ഒരു രോഗിയെ നോക്കിയിട്ട് നീ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നമുക്ക് പറയണമെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം. ഞാൻ പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കും, ഇത് സാധിക്കും, ഇത് നടക്കും. അല്ലെങ്കിൽ ഒരു ഭൂതശക്തിയെ കണ്ടിട്ട് നമ്മൾ അയ്യോ നമുക്ക് ഏതായാലും പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നല്ല. നിന്റെ മുമ്പിൽ ഒരു ദുരാത്മാ ശക്തി അവരിൽ ഇരിക്കുന്നതായിട്ട് വെളിപ്പെട്ടാൽ അതിന്റെ മേൽ നിനക്കൊരു അധികാരം തരുന്നുണ്ട് ദൈവം വെളിപ്പെടുത്താൻ. അതുകൊണ്ട് നീ വായ തുറന്ന് പറയുമ്പോൾ അത് വിട്ടുമാറുമെന്നുള്ള വിശ്വാസം നിന്നിൽ വ്യാപരിക്കണം. ഹാലേലൂയ. നമ്മുടെ മുമ്പിലൊക്കെ പ്രതികൂലമായി നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ നോക്കി നമ്മൾ പറയാൻ തുടങ്ങണം. എങ്ങനെ പറയണം? ഞാൻ വിശ്വസിച്ചു, ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ അതേ ആത്മാവിനാൽ അതേ വിശ്വാസത്തെ നമ്മൾ പറയണം. ചില മലകളോട് നീങ്ങിപ്പാൻ പറയണം. ഹാലേലൂയ ആമേൻ. ദൈവം നമ്മളോട് നിനക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, വലിയ വിശ്വാസമൊന്നും വേണ്ട, ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ട്, നീ നിൽക്കുന്ന കാട്ടത്തിയോട് പേരോടെ പറഞ്ഞ് കടൽ ചാടിപ്പതിന് പോകും. അപ്പൊ നമ്മുടെ കടുപ്പണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പലതും അതുപോലെ സാധിക്കും. ഈ ദിവസങ്ങളിൽ ഹാലേലിയ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാലാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് ലജ്ജാകരമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. നമ്മൾ എപ്പോഴും സത്യം മാത്രം സംസാരിക്കണം. ദൈവത്തിന്റെ സുവിശേഷം അനേകിടങ്ങളിൽ പ്രകാശിക്കണം, നമ്മളോട് പ്രകാശിക്കണം. നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇരിക്കുന്ന ദൈവത്തിന്റെ കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷം. അതിനെ സാത്താൻ കുരുടാക്കി വെച്ച കുരുട്ട് കണ്ണുകളെ തുറക്കാൻ വേണ്ടിയിട്ട് ഹാലേലിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹാലേലിയ. ആ ആത്മാവ് എന്തിനാ നമ്മുടെ മേൽ വന്നിരിക്കുന്നത് വെച്ചാൽ അനേകരെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ നമ്മൾ സംസാരിക്കണം. ഹാലേലിയ. അപ്പോൾ അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.